ഇവിടെ സിദ്ദിഖ് നമ്മളോട് സംസാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒറ്റ വരിയിൽ അത് ഒതുക്കുകയായിരുന്നു. അദ്ദേഹം അതിൽ കൂടുതൽ വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ട്. അത് സ്വാഭാവികമായും വേണ്ടത് തന്നെയാണ്. കാരണം രണ്ട് പക്ഷത്തിൻ്റെയും വാദം കേട്ടാൽ മാത്രമാണല്ലോ അതിൻ്റെ ഒരു മര്യാദപരമായ സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ പോകുന്നത് ശരിയല്ല താനും. പക്ഷേ ഇവിടെ ആ നടി ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ ഗൗരവതരമാണ്. അവർ കണ്ണീരോടെയാണ് അവരത് മുന്നിൽ വന്ന് പറഞ്ഞത്. സ്വാഭാവികമായും നമുക്ക് അവരോട് ചേർന്ന് നിൽക്കേണ്ടി വരും. അതിൽ തുടർ നടപടികളിലേക്കൊക്കെ പോകേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അത് അത്ര എളുപ്പം തള്ളിക്കളയാവുന്നതല്ല. ഒരു സ്ത്രീക്ക് അവർക്ക് നമ്മൾ ഏറ്റവും ആരാധനയോടെ കാണുന്ന ഒരു മേഖലയിൽ താരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു താരത്തിൽ നിന്ന് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായെങ്കിൽ അത് ചെറുതല്ല. അതിൽ ശക്തമായ തുടർ നടപടികൾ പ്രതീക്ഷിക്കുക തന്നെയാണ് ഈ ഘട്ടത്തിലുള്ളത്. ഉമേഷ്, ഇത് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ സൃഷ്ടിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ സ്വാധീനം എന്തായിരിക്കാം? കാരണം ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നേരത്തെയും ഈ ആരോപണങ്ങളൊക്കെ വന്നതാണ്. അന്നൊന്നും സിദ്ദിഖിനെ പോലുള്ളവർ ഒരു പ്രതികരണവും നടത്തിയില്ല, അല്ലെങ്കിൽ അവർ അത് ഗൗരവത്തിലെടുത്തിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നിരിക്കുന്നു, രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന നിർണായകമായ ഒരു ഘടകം അവിടെയുണ്ട്. അതിൽ സർക്കാരിൻ്റെ ഒരു ആർജവം മറുവശത്ത് നിൽക്കുന്നുണ്ട്. ഇത് അമ്മയിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പലരും പലതും പറയാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ മിണ്ടാതിരിക്കുന്നവർ അതിന് സാധ്യതയുണ്ട് മനു. കാരണം ഈ അമ്മയിലെ തന്നെ പലരും ഭാരവാഹിത്വത്തിലുള്ളവരും അല്ലാത്തവരും അമ്മയിൽ അംഗങ്ങളായ പലരും പല അഭിപ്രായങ്ങൾ, അതായത് ഇത്തരത്തിൽ ഈ നടിമാർക്കുണ്ടായ അനുഭവങ്ങൾ, ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ വന്ന മൊഴി സംബന്ധിച്ച് പല അഭിപ്രായങ്ങളാണ് പലരും പറഞ്ഞത്, അവരുടെ നിലപാടായി അറിയിച്ചത്. ഇത്തരത്തിലൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സിദ്ദിഖിനെ പോലുള്ള ചിലരുമുണ്ട്. അതേസമയം അങ്ങനെ പരാതികളുണ്ടെങ്കിൽ അതിൽ കൃത്യമായി നടപടി എടുത്തു പോകണം, അവർക്ക് നീതി ലഭ്യമാക്കണം എന്ന് പറയുന്നൊരു വിഭാഗവും അമ്മയിലുണ്ട്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വന്ന പശ്ചാത്തലത്തിലാണ് അത് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ സാഹചര്യം അതല്ല. ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെതിരെ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ ആരോപണം ഒരു നടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ എന്ത് നടപടിയാണ് ഇനി അമ്മ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ഒരുപക്ഷെ അദ്ദേഹം ഇനി ഈ സ്ഥാനത്തിരിക്കാൻ, അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ അർഹനല്ല, അദ്ദേഹം മാറി നിൽക്കണം, ആ സ്ഥാനത്ത് നിന്ന് അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് പറയാനുള്ളൊരു അവസരം അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇതറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം രാജിവെച്ചു. അതുകൊണ്ട് ആ വാദം ഇനി ഉണ്ടാകില്ല, മാറി നിന്ന് അന്വേഷണം നേരിടണം. കാരണം അദ്ദേഹം മാറി നിന്ന് കഴിഞ്ഞു. പക്ഷേ അതിലുപരി അവരുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾക്കെതിരെയാണ് വലിയ തരത്തിലുള്ള ആരോപണം വരുന്നത്. നേരത്തെ ഇതേ ജനറൽ സെക്രട്ടറി തന്നെയാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ആരും ഇതുവരെ തൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല, താൻ 40 വർഷമായി സിനിമാ രംഗത്ത് ഉള്ള ഒരാളാണ്, തനിക്ക് പലരെയും അറിയാം, പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ദുരനുഭവം തൻ്റെ അറിവിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞയാൾക്കെതിരെ തന്നെ വലിയ ആരോപണം വരുമ്പോൾ അത് ഗുരുതരമായി തന്നെയാണ് പൊതുസമൂഹവും സിനിമാ ലോകവും വിശേഷിച്ച് അമ്മ സംഘടനയും കാണുന്നത് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ അമ്മ പ്രസിഡൻ്റായ മോഹൻലാലിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു നിലപാട് പറയേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ജനറൽ സെക്രട്ടറിയാണ് അമ്മയ്ക്ക് വേണ്ടി വാർത്താ സമ്മേളനം നടത്തുകയും അവരുടെ നിലപാട് പറഞ്ഞതെങ്കിലും അദ്ദേഹം പ്രസിഡൻ്റായ മോഹൻലാൽ സ്ഥലത്തില്ലായിരുന്നു എന്നാണ് അന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അദ്ദേഹം കേരളത്തിന് പുറത്താണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ജനറൽ സെക്രട്ടറി നടത്തിയെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ജനറൽ സെക്രട്ടറി ഇല്ല, അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി ഇനി ഇതുമായി ബന്ധപ്പെട്ട നടപടികളും അല്ലെങ്കിൽ അമ്മയുടെ നിലപാട് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയേണ്ടത് അമ്മ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് മോഹൻലാലിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതിന് അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം നേരത്തെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം പല പൊതുവേദിയിൽ വന്നിരുന്നില്ല. പക്ഷേ ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞുപോയി, ഇത്രയും മാറ്റങ്ങൾ വരുന്നു, ഇത്രയും കോളിലൊക്കെ ഉണ്ടാകുന്നു, ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെ വലിയ ആരോപണം ഉണ്ടാകുന്നു. ഇപ്പോൾ ജനറൽ സെക്രട്ടറി രാജിക്കത്തും അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അമ്മ പ്രസിഡന്റ് മോഹൻലാൽ അദ്ദേഹം എന്തായിരിക്കും ഇനി പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഒപ്പം വൈസ് പ്രസിഡന്റുമാരായ ജയൻ ചേർത്തല, ജഗദീഷിൻ്റെയൊക്കെ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഈ ഘട്ടത്തിൽ ഈ ജനറൽ സെക്രട്ടറി രാജിവെച്ച സാഹചര്യത്തിൽ ഇനി എന്താണ് ജഗദീഷിനൊക്കെ പറയാനുള്ളത് എന്നുള്ളത് പ്രധാനമാണ്. ഒപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു ചേർക്കണം എന്നൊരാവശ്യം വളരെ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ അത് രൂപപ്പെടുത്തണം എന്നൊക്കെ ഒരു ആവശ്യം ഉയർന്നു വന്നതാണ്. അതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലെ മൊഴികളുമൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെ അമ്മ സംഘടന പോയത്. പക്ഷേ ഇതിപ്പോൾ അതിലേറെ ഗൗരവമാണ്. ഈ ഭാരവാഹിത്വത്തിൽ അതിന് നേതൃത്വം നൽകുന്ന ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെ ഉയർന്ന വലിയ ഗുരുതരമായ ആരോപണം വരുമ്പോൾ അവരുടെ എക്സിക്യൂട്ടീവ്
ഉടനെ തന്നെ ചേരണം എന്നൊരാവശ്യം എന്തായാലും സംഘടനയ്ക്കകത്ത് ഉയർന്നിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് എന്താണ് തുടർ നടപടികൾ എടുക്കാൻ പോകുന്നത്, ഈ ജനറൽ സെക്രട്ടറിക്കെതിരെ ഉയർന്ന ആരോപണത്തെ പ്രതിരോധിക്കാൻ, അത് ജനറൽ സെക്രട്ടറിക്കെതിരെ ഉയർന്ന ആരോപണം തെറ്റാണ് എന്ന ഈ അമ്മ സംഘടനയ്ക്കകത്ത് അഭിപ്രായമുണ്ടോ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ, ഇത് വെറും ഒരു ആരോപണമാണോ, അതല്ല ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ഈ സിദ്ദിഖിനെതിരെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അതിനോട് സഹകരിക്കാൻ അമ്മ സംഘടന, പ്രത്യേകിച്ച് അമ്മ എക്സിക്യൂട്ടീവ് അത്തരത്തിലൊരു നിലപാടെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വലിയ മാറ്റങ്ങൾക്ക് അമ്മ സംഘടനയിൽ ഇതുമായി ബന്ധപ്പെട്ട് വഴിവെക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെ ഇത്രയും വലിയൊരു ആരോപണം വരുമ്പോൾ അത് ഇതിനകം തന്നെ സംഘടനയ്ക്കകത്ത് വലിയ കലാപത്തിന് വഴിവെക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. മനു.